ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. കർക്കിടകവാവ് ബലിതർപ്പണ ദിനമായ ഇന്ന് പ്രശസ്തമായ ആലുവ മണപ്പുറത്ത് ആയിരങ്ങൾ ബലിയിട്ടു. പിതൃമോക്ഷം തേടി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ഭക്തർക്കുവേണ്ടി വിപുലമായ സൌകര്യങ്ങളാണ് ആലുവ മഹാദേവ ക്ഷേത്രത്തിലും മണപ്പുറത്തും ഒരുക്കിയിരുന്നത്. ഇന്ന് പുലർച്ചെ ആരംഭിച്ച ബലിതർപ്പണം വൈകിട്ട് 3 വരെ നീണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ മണപ്പുറത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് പ്രത്യേക ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രായമായവരുടെയുമെല്ലാം സുരക്ഷ മുന്നിൽ കണ്ട് 400-ലേറെ പോലീസുകാരും ബലിതർപ്പണത്തോടനുബന്ധിച്ച് ചുമതലയിലുണ്ടായിരുന്നു. കൊച്ചി മെട്രോ, KSRTC എന്നിവയുടെ അധിക സർവീസുകളും സുഗമമായ ബലിതർപ്പണത്തിനായി സജ്ജീകരിച്ചിരുന്നു. ഇന്ത്യ-US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ തുടരുന്നു. ദക്ഷിണ നാവിക കമാൻഡിലാണ് ഇരു നാവികസേനകളുടെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് EOD സംഘങ്ങൾ പങ്കെടുക്കുന്ന ഉഭയകക്ഷി അഭ്യാസം നടക്കുന്നത്. വിഷയവൈദഗ്ധ്യ കൈമാറ്റങ്ങൾ, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇരു നാവികസേനകളിലെയും EOD വിദഗ്ധർ പ്രവർത്തന പരിചയങ്ങളും അനുഭവങ്ങളും പരസ്പരം പങ്കുവച്ചു. തിങ്കളാഴ്ച ആരംഭിച്ച OED അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. സപ്ലൈകോയുടെ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിൽ നടന്നു. സ്വതന്ത്രമായി വരുമാനമുണ്ടാക്കുന്ന സ്വയം പര്യാപ്തമായ സ്ഥാപനമായി സപ്ലൈകോയെ മാറ്റുക എന്നത് സർക്കാരിന്റെ മുൻഗണനകളിലൊന്നാണെന്ന് ഫെയർ ഉദ്ഘാടനം ചെയ്ത ശേഷം മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. ജർമ്മൻ ഹാങ്കർ സ്ട്രക്ചറിൽ എയർ കണ്ടീഷൻഡ് സൌകര്യമാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. സപ്ലൈകോ സ്റ്റോളിനു പുറമെ മിൽമ, പച്ചക്കറി, തുണിത്തരങ്ങൾ, ഫുഡ്വെയറുകൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഓട്ടോമൊബൈൽസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലുള്ള ഉൽപ്പന്നങ്ങളുടെ സ്റ്റോളുകളാണ് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ 3 മെഗാ ട്രേഡ് ഫെയറുകളിലുമായി ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെയായിരിക്കും മെഗാ ട്രേഡ് ഫെയറുകൾ പ്രവർത്തിക്കുക. മുഖ്യമന്ത്രി VD സതീശനും ആദ്യമായി കേരള സന്ദർശനത്തിനെത്തിയ ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോറും തമ്മിൽ കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയും മറ്റുന്നത ഉദ്യോഗസ്ഥരും അവരോടൊപ്പമുണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസം, ടൂറിസം, സംസ്കാരം, നിക്ഷേപം, തീരദേശ തുറമുഖ വികസനം തുടങ്ങിയ മേഖലകളിൽ കേരളവും അമേരിക്കയും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. കേരളത്തിലെയും അമേരിക്കയിലെയും സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും തമ്മിലുള്ള സംയുക്ത ഗവേഷണം, അധ്യാപക വിദ്യാർത്ഥി ആശയവിനിമയം, നൂതന സാങ്കേതിക വിദ്യ എന്നിവയിലെ പങ്കാളിത്തത്തിന്റെ സാധ്യതകൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സാംസ്കാരിക മേഖലയിലും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിലുമുള്ള അവസരങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സംസ്ഥാന കർഷക ദിനാഘോഷം ചിങ്ങം 1 ഓഗസ്റ്റ് 17 കളമശ്ശേരി ആശിഷ് കൺവെൻഷൻ സെന്ററിൽ നടത്താൻ തീരുമാനിച്ചു. ചടങ്ങ് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ് കൊച്ചിയിൽ വ്യക്തമാക്കി. നമ്മുടെ അന്നദാതാക്കളായ കർഷകരുടെ അധ്വാനത്തെയും സമർപ്പണത്തെയും സമൂഹം ആദരിക്കുന്നതിനും കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അവസരമാണ് കർഷക ദിനമെന്ന് മന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയിലെ മികവിനെയും സമഗ്ര സംഭാവനകളെയും ആദരിച്ച് 38 വിഭാഗങ്ങളിൽ കർഷക അവാർഡുകൾ വിതരണം ചെയ്യും. സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി കാർഷിക പ്രദർശനവും വിവിധ സർക്കാർ വകുപ്പുകളുടെയും കാർഷിക ഏജൻസികളുടെയും സേവനങ്ങളും പദ്ധതികളും സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള സൌകര്യങ്ങളും ഒരുക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.